കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അദാനി ഗ്രൂപ്പിലെ ഫ്ലാഗ്ഷിപ്പ് കമ്പനിയായ അദാനി എൻ്റർപ്രൈസസ് ഉൾപ്പെടെയുള്ള സ്റ്റോക്കുകളിൽ ഹെവി സെൽ ഓഫ് കാണാൻ സാധിച്ചു. പല സ്റ്റോക്കുകളും ത്രൂ ഔട്ട് ദ ഡേ ലോവർ സർക്യൂട്ടിൽ തുടരുകയായിരുന്നു. അദാനി എൻ്റർപ്രൈസസ് 22%, അദാനി പോർട്ട് 13%, അദാനി പവർ 9%, അദാനി ഗ്രീൻ 18%, അംബുജ സിമൻറ്റ് 12% ഇടിഞ്ഞു. അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ഒരു ബ്രൈബറി കേസ് പുറത്തു വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ, അതായത് 2019 സോളാർ എനർജി കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ നിന്നും പ്രോജക്റ്റ് ലഭിക്കുന്നതിന് വേണ്ടി $multi-million കൈക്കൂലി അദാനി ഗ്രൂപ്പ് കൊടുത്തു എന്നുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വരികയും ഈ റിപ്പോർട്ടിൽ യുണൈറ്റഡ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസും US സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷനും അദാനി ഗ്രൂപ്പിലെ ടോപ്പ് എക്സിക്യൂട്ടീവായ ഗൗതം അദാനിയുടെയും സാഗർ അദാനിയുടെയും പേര് പരാമർശിച്ചത് മൂലമാണ് അദാനി ഗ്രൂപ്പിലെ സ്റ്റോക്കുകളിൽ ഹെവി സെൽ ഓഫ് വന്നത്. ഈ ന്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ അദാനി ഗ്രൂപ്പിൻ്റെ $600 ബില്യൺ ഫണ്ട് ഓഫറിങ്ങും അല്ലെങ്കിൽ ബോണ്ട് ഓഫറിങ്ങും അദാനി ഗ്രൂപ്പിന് ക്യാൻസൽ ചെയ്യേണ്ടതായിട്ട് വന്നു. ഈ വാർത്ത അദാനി ഗ്രൂപ്പിൻ്റെ റെപ്യൂട്ടേഷനിൽ വളരെ വലിയ മങ്ങലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആൾറെഡി ഈ വാർത്ത ബേസ്ലെസ് ആണെന്നും അല്ലെങ്കിൽ ഈ അമേരിക്കൻ കോർട്ട് ഉന്നയിച്ച ഈ ആരോപണങ്ങൾ ബേസ്ലെസ് ആണെന്നും സാധ്യമായ എല്ലാ നിയമവഴിയും ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യുമെന്നും അദാനി ഗ്രൂപ്പ് അറിയിച്ചിട്ടും അദാനി ഗ്രൂപ്പിലെ സ്റ്റോക്കുകളിൽ സെൽ ഓഫ് നിൽക്കുന്നില്ല. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഒട്ടുമിക്ക സ്റ്റോക്കുകളും ലോവർ സർക്യൂട്ടിലായിരുന്നു. ഇവിടെ കോർപ്പറേറ്റ് ഗവർണൻസുമായി ബന്ധപ്പെട്ട് അദാനി ഗ്രൂപ്പിന് തുടർച്ചയായി ആരോപണങ്ങൾ നേരിടേണ്ടി വരുന്നത് അദാനി ഗ്രൂപ്പിലെ സ്റ്റോക്കുകൾ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് അനുയോജ്യമല്ല എന്നുള്ള സൂചനയാണ് നൽകുന്നത്. 2 വർഷം മുമ്പും ഹിൻഡൻബർഗ് അദാനി ഗ്രൂപ്പിലെ ചില സ്റ്റോക്കുകളിൽ വന്ന ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ചതിനെ തുടർന്ന് അദാനി ഗ്രൂപ്പിലെ സ്റ്റോക്കുകളിൽ ഹെവി സെൽ ഓഫ് വന്നിരുന്നു. 2023 ഹിൻഡൻബർഗിൻ്റെ റിപ്പോർട്ട് വരുന്നതിന് മുൻപുള്ള ലെവലിലേക്ക് അദാനി ഗ്രൂപ്പിലെ 85% സ്റ്റോക്കുകളും തിരിച്ചെത്തിയില്ല എന്നുള്ളതും വളരെ വലിയ ഒരു പോയിൻ്റാണ്. ഇത് സ്റ്റോക്കുകളുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന ഒരു പ്രധാന ഘടകവുമാണ്. പല സ്റ്റോക്കുകളും ഇപ്പോഴും ഹെവി ഡിസ്കൗണ്ടിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഹിൻഡൻബർഗ് റിസർച്ച് റിപ്പോർട്ട് വരുന്നതിന് മുൻപേ അദാനി ടോട്ടൽ ഗ്യാസിൻ്റെ വില ഏകദേശം 4000-നടുത്തായിരുന്നു. കഴിഞ്ഞ 2 വർഷം കൊണ്ട് സ്റ്റോക്കിന് 1000 എന്ന ലെവൽ മറികടക്കാൻ സാധിച്ചില്ല. സ്റ്റോക്ക് ഇപ്പോൾ 583-നടുത്ത്, അതായത് 85% ഡിസ്കൗണ്ടിൽ ട്രേഡ് ചെയ്യുന്നു. അദാനി എനർജി സൊല്യൂഷൻ 74%, അദാനി വിൽമാർ 46%, NDTV 44%, അദാനി ഗ്രീൻ 40%, അദാനി എൻ്റർപ്രൈസസ് 35%, ACC 14%, അംബുജ സിമൻറ്റ് 2% ലോവർ സൈഡിൽ, അതായത് 2023 പ്രൈസിനേക്കാളും താഴ്ന്ന ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇവിടെ മികച്ച ഫണ്ടമെൻ്റൽസ് ഉള്ള അദാനി പോർട്ട് മാത്രമാണ് കഴിഞ്ഞ കാലയളവിൽ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുകയും 2023 ഹൈ ആയ 769 നിന്നും ഉയർന്ന ലെവലിലേക്ക് നീങ്ങുകയും ചെയ്തത്. അദാനി പവറും 2023 ലെവലിൽ നിന്നും ഉയർന്ന ലെവലിലേക്ക് നീങ്ങുകയും സസ്റ്റെയിൻ ചെയ്യുകയും ചെയ്ത സ്റ്റോക്കാണ്. ഈ 2 സ്റ്റോക്കുകൾ ഒഴികെ മറ്റൊരു സ്റ്റോക്കുകൾക്കും കഴിഞ്ഞ 3 വർഷമായി ഹിൻഡൻബർഗിൻ്റെ റിപ്പോർട്ട് വരുന്നതിന് മുൻപുള്ള ലെവലിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. ഇനി അദാനി ഗ്രൂപ്പിലെ പല സ്റ്റോക്കുകളും ബിയറിഷ് സോണിലേക്ക് എത്തിക്കഴിഞ്ഞു. അദാനി ഗ്രീൻ 200 വീക്ക് എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ച് അല്ലെങ്കിൽ ബിയറിഷ് സോണിന് അടുത്തായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. 1000 ഇമ്മീഡിയറ്റ് സപ്പോർട്ടായി പ്രവർത്തിക്കും. 722 സ്ട്രോങ് സപ്പോർട്ടാണ്. ഇവിടെ നിന്നും സ്റ്റോക്കിൽ കറക്ഷൻ തുടരുകയാണെങ്കിൽ ഹിൻഡൻബർഗ് റിസർച്ച് റിപ്പോർട്ട് ടൈമിൽ ലോ ആയ 500 എന്ന ലെവലിലേക്കും സ്റ്റോക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അദാനി എൻ്റർപ്രൈസസ് ഫ്ലാഗ്ഷിപ്പ് കമ്പനി 2159-നടുത്ത് ട്രേഡ് ചെയ്യുന്നു. 1850 അടുത്ത സപ്പോർട്ട് സോണാണ്. ഇത് കഴിഞ്ഞാൽ 1500, അവിടെയും നിന്നില്ല എങ്കിൽ സ്റ്റോക്ക് ഹിൻഡൻബർഗിൻ്റെ റിപ്പോർട്ട് വന്ന ലെവലായ 1000 എന്ന ലെവലിലേക്ക് ഇടിഞ്ഞേക്കാം. അദാനി പോർട്ട് മികച്ച ഫണ്ടമെൻ്റൽസ് ഉള്ള കമ്പനിയാണ്. 992 1000 എന്ന സോൺ ഒരു സപ്പോർട്ട് സോണാണ്. സ്റ്റോക്ക് 1000 എന്ന സോൺ നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ വീണ്ടും 750, 800 തുടങ്ങിയ ലെവലുകളിലേക്ക് എത്തിയേക്കാം. അദാനി ടോട്ടൽ ഗ്യാസിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. ഹിൻഡൻബർഗ് റിസർച്ച് റിപ്പോർട്ട് വരുന്നതിന് മുൻപേ 4000 രൂപയ്ക്ക് അടുത്ത് വിലയുണ്ടായിരുന്ന സ്റ്റോക്കാണ്. പിന്നീട് 1000 എന്ന ലെവലിന് മുകളിൽ സ്റ്റോക്കിന് സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. സ്റ്റോക്ക് ഇപ്പോൾ വീണ്ടും 500-നടുത്ത് ട്രേഡ് ചെയ്യുന്നു. അദാനി ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന ഈ ബ്രൈബറി കേസിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അദാനി ഗ്രൂപ്പിന് ലഭിച്ചുകൊണ്ടിരുന്ന പല പ്രോജക്റ്റുകളെയും ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. റീസെൻ്റ് ന്യൂസ് നമ്മൾ പരിശോധിച്ചാൽ കെനിയ അദാനി ഗ്രൂപ്പുമായുള്ള ചില ഡീലുകൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അദാനി ഗ്രൂപ്പിൽ നിന്നും എയർപോർട്ട് ഡെവലപ്പ് ചെയ്യുന്നതിനും കൂടാതെ പവർ ട്രാൻസ്മിഷനുമായി ബന്ധപ്പെട്ട ഡീലുകളാണ് കെനിയ ക്യാൻസൽ ചെയ്തിരിക്കുന്നത്. $700 മില്യൺ
ഡോളറിൻ്റെ എനർജി ഡീൽ കെനിയ ക്യാൻസൽ ചെയ്തത് അദാനി ഗ്രൂപ്പിന് വലിയ തിരിച്ചടിയായി മാറിയേക്കും. പവർ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട് $736 മില്യൺ 30 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ഡീൽ അദാനി എനർജി സൊല്യൂഷൻ എന്ന കമ്പനിക്ക് ഒക്ടോബറിൽ ലഭിച്ചിരുന്നു. ഈ ഡീലാണ് കെനിയ ക്യാൻസൽ ചെയ്തത്. ഈ രീതിയിലുള്ള വാർത്തകൾ അദാനി ഗ്രൂപ്പിലെ സ്റ്റോക്കുകളെ കൂടുതൽ പ്രഷറൈസ് ആക്കാൻ സാധ്യതയുണ്ട്. അദാനി ഗ്രൂപ്പിലെ സ്റ്റോക്കുകൾക്ക് സമാനമായ ബിസിനസ് മോഡലുള്ളതും വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ളതും ഡിസ്കൗണ്ടിലും പല സ്റ്റോക്കുകളും ലഭിക്കുന്നുണ്ട്. ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് ഇപ്പോഴും അതായത് പോർട്ട്ഫോളിയോയിൽ ഒരല്പം വോളറ്റിലിറ്റിയും റിസ്ക്കും കുറയ്ക്കാൻ താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സിന് ഇപ്പോഴും മറ്റുള്ള സ്റ്റോക്കുകളിലേക്ക് സ്വിച്ച് ഓഫ് ചെയ്യാൻ അല്ലെങ്കിൽ വെച്ച് മാറാനുള്ള അവസരവുമുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്